ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലേഹ്യമാണ് കേട്ടോ. ചവനപ്രാശമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പം നമുക്ക് വെക്കേഷന് കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയയ്ക്കുക. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ 1.5 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ, ചവനപ്രാശം ഉണ്ടാക്കാനാണ്. നമുക്ക് ആദ്യം ഞാൻ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ആദ്യം ഞാനൊരു കുക്കർ എടുത്തു, അതിലേക്ക് ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കണം. നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇപ്പം വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 3 വിസിലടിക്കണം. കാരണം നല്ലതുപോലെ അങ്ങ് വെന്ത് കിട്ടണം. അപ്പം ഇനി ഞാൻ വേവിച്ചിട്ട് കാണിക്കാം. അതാണ്ട് വെന്തിട്ടുണ്ട്. ഞാൻ 3 വിസിലാണ് അടിച്ചത് കേട്ടോ. അപ്പം ചൂടാണ് നല്ല കേട്ടോ. ഞാൻ ഈ അരിപ്പയിലോട്ട്, ഇതിനകത്ത് വെള്ളമുണ്ട്, അരിപ്പയിലോട്ട് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അരിപ്പയിലോട്ട് മാറ്റി ഇതാണ്ട് ഇതണക്ക് വേവണം കേട്ടോ. നമ്മൾ കുരു സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം. കൈ കൊണ്ട് ഓടാൻ പറ്റുന്നില്ല. ഇതേ കണക്ക് നമുക്കെല്ലാം കുരു കളഞ്ഞെടുക്കാം. ചവനപ്രാശത്തിടാനുള്ള മസാലകളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അത് ഒരു 5 ബേ ലീഫ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാ ഇത്രയും ചുക്ക്, 3 പീസ് ചുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. 3 ജാതിപത്രി, റോസയുടെ ഉണങ്ങിയ ഇതളാണ്. 5 സ്പൂൺ ചെറിയ ജീരകം, 5 സ്പൂൺ പെരുംജീരകം, 30 ഗ്രാമ്പു, 30 ഏലയ്ക്ക, ഇത്രയും പട്ട, 5 സ്പൂൺ കുരുമുളക്. ഇത്രയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ചെറുതായിട്ട് ഞാനൊന്ന് ചൂടാക്കിയ ശേഷം ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. അപ്പം ഞാൻ പാൻ വെച്ചു. അതിലേക്ക് ഞാൻ മസാലകളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു മിക്സിയുടെ ജാറെടുത്തു. ഇനി നമുക്ക് ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന മസാലകളെല്ലാം കൂടെ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതി വേണം കേട്ടോ നിങ്ങൾ പൊടിച്ചെടുക്കാനായിട്ട്. നല്ല നൈസായിട്ട് വേണം നിങ്ങൾ പൊടിച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മൾ ചവനപ്രാശം ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ അടുത്ത് വെച്ചേക്കണം. ഇനി ഞാൻ അടുത്തായിട്ടൊരു 300 ഗ്രാം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചവനപ്രാശത്തിൽ ചേർക്കാനാണ്. കുരു കളഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കണം. ചവനപ്രാശം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കാനും മുതിർന്നവർക്കൊക്കെ കഴിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ശരീരത്തെ ക്ഷീണം അകറ്റാനും കുട്ടികൾക്കൊക്കെ വിശപ്പുണ്ടാകാനും ഒക്കെ ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം ഡേറ്റ്സ് ഇതേ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. കഴിവതും വെള്ളം ചേർക്കാതെ തന്നെ നിങ്ങൾ അരച്ചെടുക്കുന്നതാണ് വളരെ നല്ലത്. അപ്പം ഡേറ്റ്സ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നെല്ലിക്ക ചൂടാറിയൊന്ന് നോക്കാം. അപ്പം നെല്ലിക്ക ചൂടാറിയിട്ടുണ്ട്. ഞാൻ എല്ലാം കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നെല്ലിക്ക വേവിച്ച വെള്ളം ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കത് അരച്ചെടുക്കാം. അപ്പോൾ ഇതേ രീതിയിലാണ് കേട്ടോ നിങ്ങൾ അരച്ചെടുക്കേണ്ടത്. അപ്പം നമ്മളൊന്ന് വെളിയിലിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചവനപ്രാശം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഉരുളിക്കകത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഉരുളി ചൂടായിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ എടുക്കുന്നത് 150 ഗ്രാം നെയ്യാണ് കേട്ടോ. ആദ്യം ഞാൻ 100 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല പുറത്ത് നല്ല കാറ്റുണ്ട്. അപ്പോൾ ആദ്യമേ ഞാൻ 100 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു 10 മിനിറ്റ് നെല്ലിക്കയും നെയ്യുമായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഡേറ്റ്സും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒന്നര കിലോ നെല്ലിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ 1.5 കിലോ ശർക്കര തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് അഴുക്കില്ലാത്ത ശർക്കരയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഉരുക്കി അരിച്ചെടുത്തില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്, സൂക്ഷിച്ച് ഇളക്കണം നിങ്ങൾ. അപ്പം ഇങ്ങനെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ മസാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് കയ്യിൽ തുണി കെട്ടിയിട്ടാണ് കേട്ടോ ഇത് ഇളക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇനി ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി ബാക്കി നെയ്യ് നമുക്ക് ലാസ്റ്റ് ഒഴിക്കാം. അത് 100 ഗ്രാം ഹണിയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം റെഡിയായിട്ട് വരുന്നുണ്ട്. ഇത് ഞാൻ ഈ വെക്കേഷന് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഇത് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ, ഹെൽത്തിന്. അപ്പോൾ നമുക്ക് വീട്ടിലാകുമ്പം വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ മേടിക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ് കേട്ടോ വീട്ടിലുണ്ടാക്കി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പം നമ്മളെ ചവനപ്രാശ റെഡി ആയിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻസ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ കണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.